സംസാരിക്കും. അയ്യോ എനിക്കും മുടിയ പകുതി മുടി എനിക്ക് എല്ലാം പോയി. അതൊക്കെ കഴിഞ്ഞ കാലം. എന്ത് വിചാരിക്കും? എവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുകയെന്ന് അറിയോ? കായംകുളം KSRTCയിൽ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. എങ്ങനെ പോസ്റ്റാണ്? 5 മണിക്ക് 4 മണിയായി. എന്തല്ലേ 5 മണിക്കാണ് വരുന്നത്. നമ്മളെപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്? 3:30. അരമണിക്കൂർ നടത്താം. എന്നിട്ട് ഞങ്ങൾ നടന്നു. ഞങ്ങളാരല്ലേ? രാത്രി 2 വനിതകൾ, ധീരവനിതകൾ. അതല്ല, അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് നിന്ന് സൂപ്പർ വിളിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. 5 മിനിറ്റിനുള്ളിൽ എത്തിയല്ലേ? 5 കിലോമീറ്റർ എങ്ങാണ്ടാണ് കായംകുളത്ത് നിന്ന് ഓച്ചിറയ്ക്കുള്ളത്. ഓച്ചിറ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഓച്ചിറ, ഇതുണ്ട ഓച്ചിറ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഓച്ചിറ. എൻ്റെ കൂടെയുള്ള ഇവള് വീഡിയോ എടുക്കണം. എൻ്റെ സ്ഥിരം പരിപാടി. അവള് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അത് വീഡിയോ അല്ല, അതാണ് പരിപാടി. അല്ല നമ്മളങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഓച്ചിറയിലെത്തി. ഓച്ചിറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം സമയത്ത് റെഡി 4:42 ഞങ്ങൾ ഓച്ചിറയിലെത്തി. തൃശ്ശൂരിൽ നിന്ന് 11:50 നമ്മുടെ ട്രെയിൻ വന്നത്. 11:50 കയറിയതാണ്. 4:40 ഞങ്ങൾ സ്ഥലത്തെത്തി. 3:15 ഇപ്പം നമ്മളിവിടെ ഇറങ്ങിയില്ലേ കായംകുളത്ത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ഇനിയിപ്പോൾ കുറച്ച് നേരം വെളുത്തൊക്കെ കഴിഞ്ഞാൽ ഇവിടെ തിരക്കൊക്കെ ആവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കണ്ട. അപ്പോൾ ഓക്കെ, ടാറ്റ. എന്താ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. നീ വല്ലതും കേട്ടിട്ടുണ്ടോ ഓച്ചിറേനെ പറ്റിയിട്ട്? ഞാൻ കേട്ട കാര്യങ്ങളാണ് കേട്ടോ പറയണത്. അല്ലച്ചേ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു തറ മാത്രമേ ഉള്ളൂ, ആൽത്തറ മാത്രമേ ഉള്ളൂ, അമ്പലമില്ല. ഇവിടെ ഓച്ചിറ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ജാതി കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ തിരക്കാവും കേട്ടോ. ഇത് കണ്ട, സമയം 5 മണിയാവുന്നതേ ഉള്ളൂ. ഈ കാക്കകൾക്ക് ഉറക്കമില്ലേ? ഇമാതിരി കാക്കകളുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് 5 മണിക്ക് കാക്കകൾ എഴുന്നേറ്റ് ആൾക്കാർ നടന്നൊടുങ്ങിയിട്ടുണ്ട്. ഇതാണിപ്പോൾ അമ്പലത്തിൻ്റെ അവസ്ഥ. ഇതാ ഇവിടെ കാണുന്നതാണ് അമ്പലം. പാനിപൂരി മസാലപ്പൂരി ഉപ്പിലിട്ടത് കറക്കി കുലുക്കി സർബത്ത് എന്ന് കേട്ടിട്ടുണ്ട്. കറക്കി കുലുക്കിന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത്. കേട്ടിട്ടുണ്ട? മുളക് ബജി, ആലപ്പി സ്പെഷ്യൽ മുളക് ബജിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് ശരിക്കും ഇത് ഈ ഒരു സ്ഥലം കണ്ടിട്ടേ എടി കൊടുങ്ങല്ലൂർക്കാവ് പോലെ എനിക്ക് തോന്നണ്ട ഇല്ലേ? ഈ ഒരു ആലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊടുങ്ങല്ലൂർക്കാവിലെത്തിയൊരു ഫീലാണ് കേട്ടോ വന്നത്.
കാണാണ്ട്. ഇപ്പം സമയം 5 മണിയാവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് അഴീക്കൽ ബീച്ചിലേക്കാണ്. അപ്പം അഴീക്കൽ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, കടൽ മച്ചാൻ്റെ ഒക്കെ വീട് അവിടെയാണെന്നാണ് പറയണതല്ല. 5 മണിയാണ്.